ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 ഏപ്രിൽ 2024 അഡോളസൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പറിലെ അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അഡോളസൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ 40 ക്വസ്റ്റ്യൻസ് നമ്മുടെ സൈക്കോളജി, ബാക്കി 30 ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റാണ്, ഇംഗ്ലീഷ് ഓർ മലയാളം. ബാക്കി 80 ക്വസ്റ്റ്യൻസ് നമ്മളുടെ സബ്ജക്റ്റാണ്. ഇങ്ങനെയാണ് കാറ്റഗറി 3യുടെ 3 പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സൈക്കോളജിയുടെ ഒരു 10 ക്വസ്റ്റ്യൻസാണ് 2024 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള. നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസുകളുടെയൊക്കെ PDF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞു തരാം. ഓക്കെ, നമ്മളുടെ ഓരോ സെറ്റിൻ്റെ ഒരു 5-6 സെറ്റുകളുണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അതിൻ്റെ എല്ലാം ടൈപ്പ് ചെയ്തൊരു PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മെസ്സേജ് ത്രൂ ദ വാട്സപ്പ്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ നമ്പർ, യു ക്യാൻ സെൻഡ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈക്കോളജിയിലുള്ള ഏപ്രിൽ 2024 ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വാട്ട് ethical responsibilities should teachers possess in grading and assessment? ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റിൽ ടീച്ചേഴ്സിൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വരുന്ന ഏതാണ് ചോദ്യം. മേക്ക് എ സബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഇൻ ഫേവർ സം സ്റ്റുഡൻറ്റ്. മേക്ക് എ ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. ഇഗ്നോർ സ്റ്റുഡൻസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് റെഫറൻസസ്. പ്രയോറിറ്റീസ് സ്റ്റുഡൻസ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് റാദർ ദാൻ പേഴ്സണൽ വെൽബീയിങ്. ഇതിൽ ഏതാണ് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അഥവാ ടീച്ചേഴ്സ് പൊസസ് ഇൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ്? ഗ്രേഡിംഗ് ആൻഡ് അസസ്മെൻറ്റ് സിസ്റ്റത്തിൽ ടീച്ചേഴ്സ് പൊസസ് ചെയ്യേണ്ട ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ് വരുന്നത്? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മേക്ക് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് വർക്ക്. കുട്ടികളുടെ വർക്കിന് നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ചില കുട്ടികൾക്ക് ഫേവറായിട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ഇൻഡിവിജ്വൽസ് നീഡിനനുസരിച്ച് നമ്മൾ ഇതാക്കാൻ പാടില്ല. പ്രയോറിറ്റീസ് കൊടുക്കാനും പാടില്ല. ഓക്കെ, സെലക്ട് ദ കമ്പോണന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി സജസ്റ്റഡ് ബൈ ഗിൽഫോർഡ്. ഗിൽഫോർഡ് സജസ്റ്റ് ചെയ്ത ക്രിയേറ്റിവിറ്റിയുടെ കമ്പോണൻസ് ഏതൊക്കെയെന്നാണ് ചോദ്യം. അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ഇല്ലൂമിനേഷൻ, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി, ഇൻ്റലിജൻസ്, കൺവേർജൻറ്റ് തിങ്കിങ് ആൻഡ് നോവൽ തോട്ട്സ്. ഇതിൽ ഏതാണ് ഗിൽഫോർഡ് സജസ്റ്റ് ചെയ്ത ക്രിയേറ്റിവിറ്റിയുടെ കമ്പോണൻസ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഓക്കെ, ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. Then next വരുന്ന what is the primary focus of individualized education program? IEP എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ്, എന്താണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്തിൻ്റെ? IEPയുടെ അഥവാ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ മെയിൻ ഫോക്കസ്, പ്രൈമറി ഫോക്കസ് എന്താണ്? ടു ഷോക്കേസ് ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്സ്, ടു cater the personalized goals, services and opportunities for the students with special needs, creating cultural awareness and promote learning and achievement, to provide separate classes for the gifted students during school time. ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. To cater the personalized goals, services and opportunities for students with special needs. ഇതാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ IEPയുടെ പ്രൈമറി ഫോക്കസ് ആയിട്ട് വരുന്നത്. According to the Persons with Disabilities Act, what percentage of reservation is typically provided for persons with disabilities in educational institution? According to the Persons with Disability Act പ്രകാരം വാട്ട് പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ, എത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ആണ് ഒരു ഡിസേബിലിറ്റി ആളുകൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 3%, 5%, 7% ആൻഡ് 10%. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ
ബി 5% ആണ്. What is the key goal in supporting individuals with intellectual disabilities? What is the key goal in supporting individuals with intellectual disabilities? Exclusive focusing on academic achievements, segregate the individuals with intellectual disabilities from society, minimizing the adaptive functioning skills, enhancing social and emotional well-being. Which is the correct option? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, എൻഹാൻസിങ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽ ബീയിങ്. Then John is very efficient in finding directions and understanding the traffic routes. ജോൺ എന്ന് പറയുന്ന ആള് വെരി എഫിഷ്യന്റ് in finding directions, understanding the traffic routes. According to multiple intelligence theory, what type of intelligence John possesses? ഏത് type of intelligence ആണ് ജോണിലുള്ളത്? Intrapersonal intelligence, visual spatial intelligence, naturalistic intelligence and kinesthetic intelligence. ഇതിൽ ഏതാ വരുന്നത്? And the correct option വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ പറയാം അല്ലെ, വെരി എഫിഷ്യൻറ്റ് ഫൈൻഡിങ് ഡയറക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ട്രാഫിക്, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസിലാണ് അത് വരിക അല്ലേ. ഓക്കെ, അതായത് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു വിഷ്വലൈസ് ആൻഡ് മാനിപ്പുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യൽ ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി. വിഷ്വലൈസ് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, റൂട്ട് കാണുക, അതിനെ എന്താ പറയുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. Okay, that is visualize, manipulate and understand. Okay, then intrapersonal intelligence എന്ന് പറഞ്ഞാൽ എന്താ? This refers to the ability to understand oneself, including emotions, motivations and strengths. Understanding oneself, സ്വയം നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് intrapersonal എന്ന് പറയുന്നത്. Naturalistic intelligence, this involve a deep understanding and connection with the natural world. Natural worldുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ naturalistic intelligence എന്ന് പറയുന്നത്. Then kinesthetic intelligence എന്ന് പറയുന്നത് this relate the ability to control the coordinate body movement. ബോഡി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് kinesthetic intelligence എന്ന് പറയുന്നത്. Okay. Select the factors from the below list that is typically associated with increased vulnerability to substance abuse in students. Lack of coping skill, peer pressure, strong academic support, academic stress responses, strong family support. ഇതിൽ ഏതാണ് vulnerability to substance abuse in students? സ്റ്റുഡൻസിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിന് ആയിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന റീസണുകൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്? ലാക്ക് ഓഫ് കോപ്പിയിങ് സ്കില്ലാണോ, അതോ പിയർ പ്രഷർ ആണോ, സ്ട്രോങ് അക്കാഡമിക് സപ്പോർട്ടാണോ, അക്കാഡമിക് സ്ട്രെസ് റെസ്പോൺസ് ആണോ, സ്ട്രോങ് ഫാമിലി സപ്പോർട്ടാണോ? ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, അഥവാ എ ബി ഡി, ഇത് മൂന്നെണ്ണമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അഥവാ ലാക്ക് ഓഫ് കോപ്പിയിങ് സ്കില്ല്, പിയർ പ്രഷർ and academic stress responses. Select the organization which focuses on empowering persons with a disability through skill development and employment opportunities. National Institution of Technology, NIT, National Institute for the Empowerment of Persons with Intellectual Disability, NIEPID, National Agency of Skill Development for the Disabled, NASSSDD, National Skill Development Corporation. And the correct option വരുന്ന ഏതാണ്? 38 ഓപ്ഷൻ ഡി ആണ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NSDC. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് വിച്ച് ആർ പ്രസ്റ്റീജിയസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അതൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, NIEPID എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രൊവൈഡിംഗ് സർവീസസ്, എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് ടു ദ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്. Then National Agency for Skill Development for the Disabled is not a recognized organization in the given options. അത് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്.
Then 39th question, select the term for unlawful behavior by minors, usually those between the age of 10 to 17. Youth misconduct, adolescent transgressions, യൂത്ത് അബ്യൂസ്, ജുവനൈൽ ഡെലിക്വൻസി. ഇതിൽ ഏതാണ് 10 to 17 ഇടയിലുള്ള ആളുകൾ ചെയ്യുന്ന ബിഹേവിയറിന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അൺലോഫുൾ ലോക്ക് വിപരീതമായിട്ട് ചെയ്യുന്ന ബിഹേവിയറിന് നമ്മൾ പറയുന്നത്? ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജുവനൈൽ ഡെലിക്വൻസി എന്നാണ് പറയുന്നത്. And the last question, select the most suitable options related to formative assessment. Formative assessmentന് suitable ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ഫൈനൽ ഗ്രേഡ്സ് ടു മേക്ക് കമ്പാരിസൺ among students and give suggestions to identify the area of improvement in students, to distribute rank. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റുഡൻസിലുള്ള ഇംപ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഏരിയകൾ കണ്ടുപിടിക്കാനാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏപ്രിൽ 2024 നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ ഇട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ സൈക്കോളജിയുടെ എന്താ പറയുക ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മെസ്സേജ് ത്രൂ ദ വാട്സപ്പ്. എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും താഴെ ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, then thank you for watching this video. See you soon. Bye bye.